അനീഷേട്ടനാണ് ശരിക്കും നമ്മളോടിവിടെ ജെനുവിനായിട്ട് സ്നേഹമുള്ളത്. ആദില മോളെ, ഇന്നലെ നൂറ ആദിലയോട് രാത്രിയിൽ ഇരുന്ന് പറയുന്ന ഡയലോഗാണ് ഇത്. നമ്മുടെ ഷാനവാസുക്ക ഇച്ചിരി പേടിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം നാളെ ബിഗ് ബോസ് നോൺ വെജ് എങ്ങാണ്ടും കൊണ്ട് കൊടുത്തില്ലെങ്കിൽ എല്ലാവരും കൂടെ ഷാനവാസിക്ക റെഡിയാക്കുമെന്ന് ഷാനവാസിക്കയ്ക്ക് അറിയാം. കാരണം ആദിലയെ നോമിനേറ്റ് ചെയ്യാൻ എല്ലാവർക്കും നമ്മുടെ ഷാനവാസ് കൊടുത്ത ഒരു ഗ്യാരണ്ടിയാണത്. അതിലയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ബിഗ് ബോസ് നോൺ വെജ് തരുമെന്ന്. അപ്പോൾ ഇച്ചിരി പേടിച്ചും വിറച്ചുമൊക്കെ ഷാനവാസിക്കാക്കി ഇരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും കൂടാതെ ഇന്നലെ എപ്പിസോഡ് കാണാൻ നിങ്ങൾ പോയ സമയമില്ലേ, ആ സമയത്തിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എപ്പിസോഡിൽ മെയിനായിട്ടുണ്ടായിരുന്ന നമ്മുടെ ആദിലെ പ്രാങ്ക് ചെയ്ത പരിപാടി, അതിൻ്റെ മറ്റേ വിശദമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇന്നലെ എപ്പിസോഡ് നടക്കുന്ന സമയത്ത് ലൈവിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത് കാണാൻ അങ്ങോട്ടിരുന്നു. കാരണം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അറിയണമല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത്. നമ്മുടെ ഷാനവാസിക്ക വന്ന് പുറകിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഒക്കെ ആയിട്ട് അതിലെ നൂറെ കൂടെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഷാനവാസിക്കയുടെ മനസ്സിനകത്തുള്ള കലിപ്പ് അത് രണ്ടു പേർക്കും അങ്ങോട്ട് കറക്റ്റായിട്ട് കത്തിയിട്ടൊന്നുമില്ല. ഇപ്പോഴും പുള്ളിക്ക് അതിലോട് നല്ല കലിപ്പുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. അതിന് മുമ്പായിട്ട് തുടക്കം നമുക്ക് അനുമോള് ആദില നൂറ ഇവർ 3 പേരും കൂടെ പുറത്തിരുന്ന് സംസാരിക്കുന്ന അവിടുന്ന് തുടങ്ങാം. അപ്പോൾ അനുമോളുടെ സൈഡ് കൃത്യമായിരുന്ന് അതിലയുടെയും നൂറയുടെയും ഫ്രണ്ടിലിരുന്ന് വെളുപ്പിക്കുന്നുണ്ട്. ഞാൻ അതിനകത്ത് അനുമോളെ തെറ്റൊന്നും പറയത്തില്ല. അതായത് അക്ബറുമായിട്ടുള്ള ഇഷ്യൂ അതൊക്കെ സംസാരിച്ച് തീർക്കണമെന്നൊക്കെ അതിലെ നൂറ കൂടെ പറയുന്നുണ്ട്. അപ്പം അത് പെട്ടെന്നൊന്നും പറ്റത്തില്ല മോളെ, നമുക്ക് നോക്കാം മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെ പറയുന്നുണ്ട് മോളെ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമൊക്കെ ഉള്ളൂ. ഇടയ്ക്ക് നൂറ പറയുന്നുണ്ട് നീ നമ്മളോട് സംസാരിക്കാതെയൊക്കെ മാറി മാറി പോയപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു നിന്നെ, അതിനെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ നമ്മുടെ നൂറ അനുമോളോട് പറയുന്നുണ്ട്. പിന്നെ അനുമോള് പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അനുമോളുടെ മറ്റേ മൂക്കിലെ പ്രശ്നവും മൂക്കിൽ നിന്ന് ചോര വന്ന് ഇതൊക്കെ തന്നെയും പിന്നെയും പറഞ്ഞ് അനുമോള് രണ്ടിനെയും ഫ്ലാറ്റ് ആക്കി. അത് അനുമോളുടെ മിടുക്ക് എന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ അനുമോള് പറയുന്ന എല്ലാം ഒന്നും കള്ളമാണെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. കുറച്ചൊക്കെ ജെന്യുവിനാണ് അനുമോള്, അല്ലാതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും ഇത് പുറത്ത് നടക്കുമ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് ഷാനവാസിക്കെ വിളിക്കുന്നത്. മോനെ വാടാ, കൺഫെഷൻ റൂമിലേക്ക് വാടാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും. എന്നിട്ട് ബിഗ് ബോസ് ഷാനവാസിനോട് ചോദിക്കുന്നു, ഷാനവാസ് എന്തായി ഷാനവാസ്? അല്ല, അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞു ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ തന്നെ കിളി പോയി. എൻ്റെ ഷാനവാസേ, അതിന് മുമ്പേ ചെയ്യണ്ടേ? ഞാൻ അനൗൺസ് ഒക്കെ ചെയ്യാം, എല്ലാവരെയും ലിവിങ് റൂമിൽ ഇരുത്താം, എന്നിട്ട് നോമിനേഷൻ ഇത് എവിക്ഷൻ ആണെന്നൊക്കെ പറയാം. പക്ഷെ അതിനു മുമ്പ് നീ ആൾക്കാരെ കൺവിൻസ് ചെയ്തോ? അതിലേക്കെതിരെ വോട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരെ നീ റെഡിയാക്കിയോ? അയ്യോ ബിഗ് ബോസ്, അതിനു മുമ്പ് കൺവിൻസ് ചെയ്യണം അല്ലേ? എൻ്റെ പൊന്നുമോനെ, കൺവിൻസ് ചെയ്താലല്ലേ എനിക്ക് എല്ലാവരെയും വിളിച്ചിരുത്താൻ പറ്റൂ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പം സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോൺസർ ടാസ്ക് കഴിയുമ്പോൾ തന്നെ എല്ലാവരെയും കൺവിൻസ് ചെയ്തോണമെന്നാണ് നേരത്തെ നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ ഷാനവാസിക്ക് അകത്ത് വിളിച്ചിരുത്തി പറഞ്ഞത്. പക്ഷെ ഷാനവാസിക്ക് അതൊക്കെ അങ്ങ് മറന്നുപോയി. ഷാനവാസിക്ക് വലിയ ഗെയിം കണ്ട് പരിചയമൊന്നുമില്ല കേട്ടോ. അതോ മൊത്തത്തിൽ ഇങ്ങേര് കണ്ടിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം ഉടായ്പൊക്കെ ഇദ്ദേഹം കണ്ടുവച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെ ടാസ്കുകൾ അങ്ങനെ വേണം പറയാൻ. ടാസ്ക് ഒന്നും അത്ര നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല ഷാനവാസ്. കറക്റ്റായിട്ട് ഗെയിം കളിക്കാനും അറിയത്തില്ല. ഇപ്പം ബിഗ് ബോസ് തന്നെ ഇങ്ങനൊരു ടാസ്ക് കൊടുത്തപ്പം ഒരുപാട് മണ്ടത്തരങ്ങൾ ഷാനവാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. ഷാനവാസിനെ എന്ത് കണ്ടാലും, ഷാനവാസ് എന്ത് പറഞ്ഞാലും ഷാനവാസ് ഏറ്റവും നല്ല സുന്ദരനാണെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവത്തില്ല. അല്ലാത്തവർക്ക് കാര്യം കത്തും കേട്ടോ. ഷാനവാസ് മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത്. ഗെയിമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കും. എനിക്ക് പ്രത്യേകിച്ച് ആരോടും സ്നേഹമൊന്നുമില്ല, എല്ലാവരും എനിക്ക് ഒരേപോലെ, അതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് എന്നിട്ട് പറയുന്നുണ്ട് നാളെ എവിക്ഷൻ എപ്പിസോഡാണ് മോനെ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നൽകിയ ടാസ്ക് നീ ഒന്ന് തീർക്ക് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് ഷാനവാസിനോട്. ഷാനവാസ് പുറത്ത് വന്നിട്ട് ഫസ്റ്റ് അക്ബറിനെ തന്നെ അങ്ങ് കൂടെ പിടിക്കുന്നുണ്ട്. നല്ല ചോയ്സ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷാനവാസ് ചൂസ് ചെയ്തത് വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് അക്ബറിനെ ചൂസ് ചെയ്യുന്നത്. കാരണം അക്ബറിനെ ചൂസ് ചെയ്താൽ അറിയാം, അക്ബറിന്റെ കൂടെ 2 ചേട്ടന്മാരുണ്ട്, നമ്മുടെ ആര്യമോനും നെവിനും. അക്ബർ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും വരുമെന്നറിയാം. അക്ബറിനെ പിടിക്കുന്നു. എന്നിട്ട് അക്ബറിനോട് കാര്യം പറയുന്നുണ്ട്, ഇതേ കണക്കൊരു ടാസ്ക് ഉണ്ട്. അക്ബറിനോട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു പ്രാങ്ക് ആണെന്ന് അക്ബറിനോട് പറയുന്നുണ്ട്. നിങ്ങളോടാണ് എനിക്കിനി ചോദിക്കാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അത് വേറൊന്നുമല്ല, ബിഗ് ബോസ് ഷാനവാസിനോട് പറഞ്ഞത് ഒരാളെ നീ കൂടെ കൂട്ടണം, അതുകൂടാതെ വേറൊരു 4 പേരെയും കൂടെ നീ കൺവിൻസ് ചെയ്യണം. കാരണം കറക്റ്റ് 6 പേരെങ്കിലും നീ പറയുന്ന ആളെ നോമിനേറ്റ് ചെയ്യണം.
അതുകൊണ്ട് ഒരാളെ കൂടെ കൂട്ടി ബാക്കി 4 പേരെ പിടിക്കണമെന്നേ ബിഗ് ബോസ് പറയുന്നുള്ളൂ. അല്ലാതെ ഒരാളോട് മാത്രമേ ഇത് പ്രാങ്ക് ആണെന്ന് പറയാവൂ എന്ന് ബിഗ് ബോസ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ പറയണം. കാരണം ഞാനും കേൾക്കാതെ പോയതാണോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കേട്ടത് 6 പേരെ കൺവിൻസ് ചെയ്യണം, വോട്ട് ചെയ്യിക്കണം, അത്രേ ഞാൻ കേട്ടുള്ളൂ. അല്ലാതെ പ്രാങ്ക് ആണെന്ന് പറയണമെന്നോ പ്രാങ്ക് അല്ല എന്ന് പറയണമെന്നോ അങ്ങനെയൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. ഷാനവാസ് ചോദിക്കുന്നുണ്ട് പ്രാങ്ക് ആണെന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രാങ്ക് ആണെന്ന് പറഞ്ഞോളൂ എന്ന് ബിഗ് ബോസ് പറയുന്നതാണ് ഞാൻ കേട്ടെ. പക്ഷെ അത് ഒരാളോടെ പറയാവുള്ളോ എന്ന് ഉള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. കാരണം അക്ബറിനോട് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് വേറെ ആരോടും ഇത് പ്രാങ്ക് അല്ലാന്ന് പറയണ്ട, ഇത് ശരിക്കും നടക്കാൻ പോകുന്നതാണെന്ന് പറയണമെന്ന് പറഞ്ഞു. അതെനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? പ്രാങ്ക് ആണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നെവിൻ പിന്നെയും കുഴപ്പമില്ല, നമ്മുടെ ആര്യം പിന്നെയും ഷാനവാസിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അക്ബർ ഒന്ന് കൺവിൻസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഷാനവാസ് വന്നിട്ട് സംസാരിക്കുമ്പോൾ പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത്രയും ചോദ്യത്തിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു, സമയം അത്രയും കളയണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ ഷാനവാസിന് പറയായിരുന്നടാ പേരങ്ങ് പറഞ്ഞേക്ക്, ഇതൊരു ജസ്റ്റ് പ്രാങ്ക്, അവളെയും നൂറേനെയും നമുക്കൊന്ന് കരയിപ്പിക്കാം അല്ലെങ്കിൽ പറ്റിക്കാം, ആ ഒരു രീതി പറഞ്ഞായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞേനെ. ഇത് അതിന് പകരം കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കൺവിൻസ് ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയുടെ സാബുവിന്റെ അടുക്ക പോകുന്നുണ്ട്. ലക്ഷ്മിയും സാബു അറിയാലോ, ലക്ഷ്മി പിന്നെ ഷാനവാസ് പറഞ്ഞാൽ ഓക്കെ, സാബു പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും ആയിരിക്കും, രണ്ടുപേരും കൂടെ ഒന്നിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ ലക്ഷ്മി സാബു ഒരു കണക്ഷൻ ഉണ്ട്. രണ്ടുപേരോട് ചെന്ന് പറഞ്ഞ ഉടനെ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഫ്ലാറ്റ് ആയി. പക്ഷെ ആര്യനെയൊക്കെ അവിടെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു ജസ്റ്റ് പ്രാങ്ക് ആണെന്ന്. പക്ഷെ അത് പറഞ്ഞില്ല. ശരിക്കും അവർ പുറത്ത് പോകുന്നതാണ്, അവർ പുറത്ത് പോകട്ടെ, നാളെ ഞാനാണെങ്കിലും നീ ആണെങ്കിലും പുറത്ത് പോകണ്ടേ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കഥ ഷാനവാസൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ അത്രയൊന്നും ആവശ്യമില്ലായിരുന്നു പുള്ളിക്ക്. ചിലപ്പോൾ കളി അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ പുള്ളി അങ്ങനെ ചെയ്തതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അതാണ് എനിക്കൊരു സംശയം. ഇനി അതോ ബിഗ് ബോസ് പറഞ്ഞോ അക്ബറിനോട് ഒരാളെ നീ പിടിക്കുന്നുണ്ടെങ്കിൽ അയാളോട് മാത്രമേ പ്രാങ്ക് എന്ന് പറയാവൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞു? ഞാൻ കേട്ടില്ല. എന്താണെങ്കിലും പരിപാടി അവിടുന്ന് അങ്ങോട്ട് ഗംഭീരമാവുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട് നമ്മുടെ ആര്യനോടും നെവിനും ഇരിക്കുമ്പോഴത്തേക്ക് ഒരു സീക്രട്ട് ടാസ്ക് കുളമാക്കിയതിൻ്റെ ക്ഷീണം എനിക്ക് മാറിയിട്ടില്ല. ഈ ഡയലോഗ്സ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം. ഷാനവാസ് പറയുന്നതാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും കുളമാക്കിയാൽ ലാലേട്ടൻ നിങ്ങളെ വലിച്ചു കീറും. ആര്യനോടാണ് പറയുന്നത്, ഈ ഒരു ഡയലോഗ് പറയും. ഇത് പറഞ്ഞ ഉടനെ ആര്യൻ പറയുന്നുണ്ട് ആ പേടി എനിക്കില്ല. ഉടനെ ഷാനവാസ് എന്നെ വലിച്ചു കീറൂടാ മോനെ, നിന്നെ വലിച്ചു കീറിയാൽ എനിക്കെന്താ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഷാനവാസ് പറയും. ഉടനെ അക്ബർ അതിൻ്റെ ഇടയ്ക്കോട്ട് കയറിയിട്ട് ഷാനവാസൊക്കെ ഇങ്ങനെ പേടിപ്പിക്കരുത് കേട്ടോ, ആവശ്യമില്ലാതെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഷാനവാസിനോട് പറയുന്നുണ്ട്. ഇത്ര ആവശ്യമില്ലായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. ഷാനവാസിന്റെ ഈ ഗംഭീര ഡയലോഗ് പല ആൾക്കാരും ഈ ഒരു പോർഷനൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇന്നലത്തെ ഷാനവാസിന്റെ ഒരു ടാസ്ക് ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഈ പെർട്ടിക്കുലർ തിങ്സ് ഷാനവാസും ആര്യനും ഒക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഷാനവാസിന്റെ ഒരു ചെറിയ ഭീഷണിയും അത് ഇവർ കൊടുത്ത ഡയലോഗും ഒന്നും പല ആൾക്കാരും പറയുന്നില്ല. പക്ഷെ ഞാൻ പറയും, ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് നിങ്ങളെ പോർട്രേറ്റ് ചെയ്ത് കാണിക്കണം. കാരണം നിങ്ങളെല്ലാം അറിയണ്ടേ, എപ്പിസോഡിനകത്ത് എല്ലാം വരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പം ലൈവ് കണ്ട് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ. പല ആൾക്കാരും ഇവിടെ അത് ചെയ്യുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഇരുന്ന് ഓരോ പോയിന്റും എടുത്തിട്ട് നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെയുള്ള ഡയലോഗ് അക്ബർ പറയുന്നുണ്ട്, നീ ഞങ്ങളെ പേടിപ്പിക്കുമെന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. ഉടനെ ഷാനവാസ് പറയുന്നുണ്ട് എനിക്കൊരു മണ്ടത്തരം പറ്റി, ഏത് കഴിഞ്ഞ മറ്റേ ടാസ്ക് കുളവാക്കിയില്ലേ, അപ്പൊ അത് ഇവിടെ സമ്മതിക്കുന്നുണ്ട്. അന്ന് വലിയ കഥ ഷാനവാസ് പറഞ്ഞതാ, പിടികിട്ടിയില്ലേ, എന്തിനാ എന്നോട് വന്ന് പറഞ്ഞേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ചതാ. ഇന്ന് പറഞ്ഞു പോകുന്നുണ്ട് എനിക്കൊരു മണ്ടത്തരം പറ്റി, സീക്രട്ട് ടാസ്ക് കുളവാക്കി, നിങ്ങൾക്കിനി അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എന്നൊക്കെ ഷാനവാസ് ഇരുന്ന് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്താണെങ്കിലും കൺവിൻസ് ചെയ്തു എല്ലാവരെയും. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു എല്ലാവരും വരൂ, ലിവിംഗ് റൂമിൽ വന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. ഉടനെ എല്ലാവരും വന്ന് ഇരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആര്യൻ്റെ ഒരു ചെറിയ ചുറിപ്പുണ്ട്. ഇവന് ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു കളിയാക്കലുണ്ടല്ലോ, ഒരു പുച്ഛം, ഇവൻ്റെ ചെറിയ മാനറിസ്, ഇവൻ്റെ മുഖത്ത് വരുന്ന കുറച്ച് സാധനങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് ഇവൻ അവിടെ നിന്ന് ഒരു ചെറിയ പരിപാടി കാണിക്കുന്നുണ്ട്. നിങ്ങളത് എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അതിന് മുന്നേ ഈ വീഡിയോ എടുക്കുകയാണ്. കാരണം എപ്പിസോഡിനെക്കാട്ടിലും വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഈ ലൈവ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനകത്തോടൊന്നും പോകാഞ്ഞത്. എപ്പിസോഡിൽ കാണിച്ചോന്ന് എനിക്ക് അറിയത്തില്ല, കാണിച്ചിട്ടില്ലെങ്കിൽ ഞാനിതിവിടെ പറയും. അതായത് ഈ ഫാൽക്കെ അവാർഡ് ലാലേട്ടന് കിട്ടിയല്ലോ, ഇവൻ ഈ ബിഗ് ബോസ് അവിടെ ഇരിക്കാനൊക്കെ പറഞ്ഞ് ഒരു പണി ഒരു ഇങ്ങനെ ഇരുത്തിയ സമയത്ത് ഇവൻ ഈ ഫാൽക്കെ അവാർഡ് എന്നൊക്കെ പറഞ്ഞൊരു പുച്ഛം ഇവൻ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. ലിറ്ററലി ഇവൻ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. ആര്യൻ ഗെയിമറാണ്, ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ ചില സമയത്ത് ഇവൻ്റെ ഈ പരിപാടികൾ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഫാൽക്കെ അവാർഡ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് കളിയാക്കുന്നു. അപ്പം ബിഗ് ബോസിനെ തന്നെ പൊളിഞ്ഞു. ബിഗ് ബോസ് പറയുന്നുണ്ട് ആര്യ മോനെ നിർത്ത് മതി എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. മിക്കവാറും കാണത്തില്ല എപ്പിസോഡിനകത്തത്, ലൈവ് കണ്ടവർക്ക് അതറിയാം. ഈ പരിപാടി ഇവൻ്റെ ഈ എല്ലാത്തിനോടുമുള്ള പുച്ഛം അത് അത്ര നല്ലതല്ല എന്നെനിക്ക് ഒന്ന് പറയണമെന്ന് തോന്നി. അതാണ് ഞാനിത് മറക്കാതെ നിങ്ങളോടങ്ങ് പറയുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് മിഡ് വീക്ക് എവിക്ഷൻ, ഓരോരുത്തർ വന്ന് പേര് പറയൂ, ധൈര്യപൂർവ്വം ആരാണ് ആദ്യമേ വന്ന് പറയുന്നതെന്ന് പറയുന്നു.
പറയുന്നുണ്ട്. ഉടനെ നമ്മുടെ ധൈര്യവാനായിട്ടുള്ള അനീഷേട്ടൻ തന്നെ ചാടിയിടേക്കും. നേരെ വന്നിട്ട് ആര്യന്റെ പേര് പറയും. സത്യസന്ധത ഇല്ലാത്തൊരുത്തൻ, കള്ളനാണവൻ, കള്ളൻ. ആദ്യം തൊട്ടേ കള്ളത്തരം കാണിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാ ടാസ്കും ജയിക്കുന്നുണ്ട്, പക്ഷെ എല്ലാത്തിനകത്തും ഇവന്റെ ഭാഗത്തു നിന്ന് കള്ളത്തരം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അനീഷ് അങ്ങോട്ട് പറയും. പിന്നെ പിന്നെ പറയേണ്ടാത്തൊരു കാര്യം അനീഷേട്ടൻ പറയുന്നുണ്ട്. ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല കേട്ടോ, അതൊന്നും വേണ്ടായിരുന്നു. ആര്യന്റെ പൈസയുടെ കേസ് ആര്യൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണമുള്ള വീട്ടിലെ പയ്യനാണ്. തുടക്കത്തിലെങ്ങാണ്ട് പറഞ്ഞതാ. അനീഷേട്ടൻ ഇപ്പോഴും അതൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. എന്താണെങ്കിലും അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആര്യനും പൊട്ടി. അവിടെ ഒരു ചെറിയ തർക്കം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനുമോളൊക്കെ വരുന്നുണ്ട്. ഓരോരുത്തർ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അനീഷേട്ടനും അനുമോളും നൂറേ മാത്രമേ ഉള്ളൂ ആദിലയുടെ പേര് പറയാത്ത. ബാക്കി എല്ലാവരും ആദിലയുടെ പേരെന്തായാലും പറഞ്ഞിട്ടുണ്ട്. അനുമോൾ വന്നിട്ട് കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് ആരുടെ പേര് പറയണം, ആര് പോയാലും എനിക്ക് വിഷമമാണെന്നുള്ള രീതിയിൽ അനുമോൾ നിൽക്കുന്നുണ്ട്. അവസാനം നെവിൻ്റെ പേര് പറഞ്ഞു. ഓഫ്കോഴ്സ് പറയും. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പേര് പറഞ്ഞ് ലാസ്റ്റ് ആദില പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നൂറെ ആദിലയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആദ്യമേ നമ്മുടെ ബെഡ്റൂമിലേക്ക് പോയി അവിടെ നിന്നാണ് കെട്ടിപ്പിടിക്കുന്നത്. ഉടനെ പുറകെ നമ്മുടെ അനുമോള് ചെല്ലുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനീഷേട്ടൻ വരുന്നുണ്ട്. അനീഷേട്ടനും കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അനീഷേട്ടൻ വളരെ ജെനുവിൻ ആയിട്ടാണ് ആര്യൻ്റെ പേര് പറഞ്ഞത്. അപ്പം അതിൻ്റെ പേരിലൊരു ചെറിയ സാധനമുണ്ട്, നമുക്ക് പറയാം, വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഈ സമയത്ത് ഒരു തുള്ളി പോലും കണ്ണീര് വരുന്നില്ല നൂറയ്ക്ക്. നൂറ ഭയങ്കര സ്ട്രോങ് ആണ്. നൂറ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും വരും മോളെ, നീ പോ, ഞാൻ പുറകെ വരും എന്നുള്ളൊരു സാധനമാണ് നമ്മുടെ നൂറ പറയുന്നത്. ഭയങ്കര സ്ട്രോങ് ആണ് നൂറ. അങ്ങനെ ഇങ്ങനൊന്നും കരയത്തൊന്നുമില്ല നൂറ കരഞ്ഞു. എപ്പോഴാണെന്നറിയോ? അതിലെ പോകുന്നില്ല, തിരിച്ചു കയറിയപ്പം നമ്മുടെ ഷാനവാസിനെ പിടിച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് കരഞ്ഞു. അല്ലാതെ നൂറ കരഞ്ഞിട്ടില്ല. അതിലിറങ്ങുമ്പോൾ പോലും കരഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും പോയില്ല, തിരിച്ചകത്തോട്ട് കയറ്റുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് ആദിലേനെ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നേരെ അതിനു മുമ്പ് നമ്മുടെ മേക്കപ്പ് റൂമിലേക്ക് പോയി ആദില ഷൂസ് ഇടാൻ വേണ്ടി. ആ സമയത്തേക്ക് നെവിൻ, ആദില, നൂറ, അനുമോള്, സാബുമാൻ, ഇത്രയും പേരുണ്ട്. അവിടെ നിന്നിട്ട് ഇതാണ് നെവിൻ്റെ ഒരു പ്രശ്നം. നെവിൻ അവിടെ നിന്നിട്ട് ഡോണ്ട് ഫീൽ ബാഡ്. ആൾറെഡി ഇവിടെ ഒരു ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു. നെവിൻ്റെ മനസ്സിൽ ആദില പുറത്തേക്ക് പോകണു, അല്ലാതെ മറ്റേ പറ്റീരാണ്, പ്രാങ്ക് ആണെന്നൊന്നും ആളെയും അറിയത്തില്ല. അവിടെ നിന്നിട്ട് പറയുന്നത് ഇവിടെ ഓൾറെഡി ഒരു ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാനും പേര് പറഞ്ഞത്, എന്നോടൊന്നും തോന്നരുത് എന്നുള്ള രീതിയിൽ ഇവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നെവിനെ നമ്പാൻ കൊള്ളത്തില്ല. നെവിൻ പറയുന്നത് സത്യമാണ്. നെവിനെ വിശ്വസിക്കരുത്. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് നെവിൻ എന്ന് പറയുന്നത്. അത് മിക്കവാറും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ആ ഒരു ത്വര നെവിൻ്റെ അങ്ങോട്ട് മാറി കിട്ടുമെന്നാണ്. പിന്നെ ഗെയിമറാണ്, അവനെ ആരും വിശ്വസിക്കേണ്ട കാര്യമില്ല. അവനെ ആർക്കും അത്ര മറ്റേ അങ്ങോട്ട് കാലെ പോയി വീട് സത്യം മാത്രമേ പറയാ, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്താണെങ്കിലും അവനവിടെ നിന്നിട്ട് ഓപ്പൺ ആയിട്ട്, അത് അവൻ്റെ ജെനുവിനിറ്റി ആയിരിക്കും, അവനവിടെ നിന്ന് പറയുന്നുണ്ട്, എന്നോടും തോന്നരുത്, ഓൾറെഡി ഇവിടെ ഒരു ഡിസ്കഷൻ കഴിഞ്ഞുകൊണ്ടാണ് മോളുടെ പേര് പറഞ്ഞത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ എന്താണെന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താ സംഭവം, നിങ്ങൾ പുറത്തിരുന്ന് അതൊക്കെ പിന്നെ മനസ്സിലാവുമെന്ന് അവിടെ നിന്നിട്ട് നെവിൻ പറയുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത് സാബുമാനും ഉണ്ട്. സാബുമാനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്യാപ്പ് കിട്ടിയാൽ നെവിൻ സാബുമാനെയും തട്ടാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആദില ഇത് കഴിഞ്ഞ് മേക്കപ്പ് റൂമിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് ഓരോരുത്തർക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. ഷാനവാസിന് കൈ കൊടുക്കാൻ ചെന്നപ്പോൾ ഷാനവാസ് കൈ കൊടുക്കുന്നില്ല, മൈൻഡ് ചെയ്യാതെ പോയി. അത് കഴിയുമ്പോഴത്തേക്ക് ഇവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ആദില പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്, മെയിൽ ഷോവനിസ്റ്റ് ക്രീപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഗാർഡൻ ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കണം, എല്ലാവരും വരൂ എന്ന് പറയുന്നുണ്ട്. ആദില തന്നെ പറയുന്നുണ്ട്, പക്ഷേ അയാൾ വേണ്ട, അയാളെ വിളിക്കേണ്ട. എന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട്, ആര്യൻ അയാൾ വേണ്ട, എൻ്റെ ഫോട്ടോ ഫ്രെയിമിൽ അയാൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് നടന്നു പോകുന്നുണ്ട്. നടന്നു പോയിട്ട് ചെറ്റ സ്വഭാവമേ കാണൂ എന്നൊക്കെ ആദിലെ നൂറ്, എനിക്ക് തോന്നുന്നു ആദില തന്നെ പറയുന്നത്, ചെറ്റ സ്വഭാവമേ കാണൂ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, മോളെ തിരിച്ചു കയറിക്കോ, ഇതൊരു പ്രാങ്ക് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് പുറത്തു നിന്ന് തന്നെ എല്ലാവരും തിരിച്ച് ഹാപ്പിയായി അകത്തോട്ട് കയറി പോകുന്നുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത്ര വലിയ സന്തോഷമൊന്നും ആയിട്ടില്ല, ഇൻക്ലൂഡിങ് സാബുമാൻ പോലും ലക്ഷ്മി എടുക്കുക എന്ന് പറയുന്നുണ്ട്. പോട്ടെ അതിനകത്ത് എന്താ, പോട്ടെ അതിനെന്താ കുഴപ്പം, അല്ല ഗെയിമാണിത്, പോകേണ്ടതാണേ, അത് വേറൊരു പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് തന്നെ ആർക്കും വലിയ സങ്കടമോ സന്തോഷമൊന്നുമില്ല. എന്തായാലും എല്ലാവരും അകത്തോട്ട് കയറി പോകുമ്പോൾ നമ്മുടെ ആദില, നൂറ, അനുമോൾ ഇവർ കുറച്ച് നേരം ഗാർഡൻ ഏരിയ നിന്നിട്ടാണ് അകത്തോട്ട് കയറി പോകുന്നത്. അപ്പോൾ കയറി പോകാൻ നേരത്തേക്ക് നമ്മുടെ ഷാനവാസിക്ക് അവിടെ നിൽപ്പുണ്ട്. നൂറ ഫ്രണ്ടിൽ നിന്നും ആദില പുറകിൽ നിന്നും ഷാനവാസിക്ക് കെട്ടിപ്പിടിക്കുന്നു. വളരെ നല്ല, എനിക്ക് ആ സമയത്തൊരു കൊള്ളാം, എനിക്കൊരു ചെറിയ സങ്കടമൊക്കെ തോന്നി. പക്ഷെ അപ്പോഴും ഞാൻ വേറെ രീതിയിൽ ചിന്തിച്ചു, ഷാനവാസിക്ക സത്യം പറഞ്ഞാൽ ഇത് ജെനുവിനായിട്ട് ഒരാളെ പുറത്തോട്ട് തട്ടണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ആദിലയുടെ പേര് തന്നെ ഷാനവാസിക്ക പറഞ്ഞേനെ, അത് വേറെ കാര്യം. ഷാനവാസ് ഗെയിമറാണ്. ഇവർക്കിപ്പം വന്നിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്, ഈ ഒരു മൊമെന്റിൽ അവർക്കുണ്ടായ ഒരു സ്നേഹമുണ്ട്. അതിൻ്റെ പകുതി പോലും ഷാനവാസിക്ക് തിരിച്ചുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല.
സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്നേഹം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരാളല്ല ഷാനവാസ്. പുള്ളി ഒരു ഗെയിമറാണ്. പുള്ളിയുടെ ഗെയിമിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഒരു വഴക്കുണ്ടാവും ഇപ്പോൾ, അല്ലെങ്കിൽ രാത്രിയിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നടന്നു. നമ്മുടെ അനീഷേട്ടൻ കുറേ നേരമായിട്ട് അനീഷേട്ടൻ ഷാനവാസിനെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ബെഡ്റൂമിലൊക്കെ പോയി പറയാം. അപ്പോൾ അനീഷേട്ടനെ വിളിച്ചിട്ടില്ല, പിടികിട്ടിയില്ല. ഭയങ്കര മിത്രമാണ്, പക്ഷേ അനീഷേട്ടനെ മാത്രം വിളിച്ചില്ല. വിളിക്കാത്തതിൻ്റെ കാരണം ഒറ്റ കാര്യമുള്ളൂ, അനീഷേട്ടനെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഷാനവാസ് പക്ഷേ അതിനല്ല, ആ ഒരു റീസൺ അല്ല പറയുന്നത്, വേറെ റീസണാണ് ഞാൻ പറയാം. പക്ഷേ എനിക്ക് മനസ്സിലായത് പുള്ളിയെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് പാടാം. അത്രയും സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഷാനവാസ് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്തത്. എന്താണെങ്കിലും കയറി വന്ന് കുറച്ച് നേരം അങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിപ്പുണ്ട്. കുറച്ച് നേരം നമ്മൾ അവിടെ എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് എല്ലാവർക്കും ഒന്നും പ്രാങ്ക് ആണെന്ന് അറിയില്ല, ഒരാളോട് മാത്രമേ പറയാവുള്ളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞു എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഞാനതാണ് തുടക്കത്തിലേ പറഞ്ഞത്, ഞാനത് കേട്ടില്ല. ഒരാളെ കൂട്ടുപിടിക്കണം, എന്നിട്ട് അത് കൂടാതെ ബാക്കി 4 പേരും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. പക്ഷേ പ്രാങ്കിൻ്റെ കാര്യം ബാക്കിയുള്ളവരോട് പറയാതിരിക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ, ഞാൻ അതാണോ അതിൻ്റെ പേര് പറഞ്ഞു ഒരുപാടങ്ങ് ഷാനവാസം മണ്ടനാണെന്നൊന്നും ഞാൻ പറയാത്ത. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഷാനവാസിൻ്റെ ഗെയിം ഓക്കെ. ഇല്ലെങ്കിൽ ഷാനവാസ് അത്രയും എഫേർട്ട് എടുത്ത് ഈ ആര്യനോട് എല്ലാവരും അങ്ങനെ ഇരിക്കണ്ടായിരുന്നു. പ്രാങ്കാടാ പറ്റിക്കാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നേനെ, കൂടുതൽ കഥയും പറച്ചിലൊന്നും വേണ്ടായിരുന്നു. കാരണം ഇത് പ്രാങ്ക് അല്ല ജെന്യുവൻ ആണെന്ന് പറയുമ്പോഴാണ് നമ്മുടെ ആര്യനൊക്കെ ഒരുപാട് ചോദ്യം ചോദിക്കുന്നത്. എന്തിനാണ് ആദില നമുക്ക് അനുമോളെ തട്ടിക്കൂടെ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടല്ലോ, വേറെ വീക്ക് പ്ലെയേഴ്സ് ഉണ്ടല്ലോ, ലക്ഷ്മി ഉണ്ടല്ലോ എന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ആര്യൻ അപ്പോൾ പറഞ്ഞത്. വീക്ക് പ്ലെയേഴ്സ് വേറെ ഉണ്ട്. അപ്പം ഷാനവാസിന് ആ ഒരു ദേഷ്യം അതാണ് അവിടെ. പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഷാനവാസ് ഒരാളെ സെലക്ട് ചെയ്തു, ഒരാളെ പുറത്ത് തട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ ഷാനവാസ് ഇന്ന പേര് പറയുന്നുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ട്, ആര്യൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, നമുക്ക് വേറൊരാളെ പറയാം, നീ ആദിലയുടെ പേര് പറഞ്ഞോ, ഞങ്ങളൊക്കെ വേറെ ആൾക്കാരുടെ പേര് പറയാം. ഉടനെ ഷാനവാസ് പറയുന്നുണ്ട് അത് പറ്റത്തില്ല, ഞാൻ പറയുന്ന ആളുടെ പേര് പറഞ്ഞാൽ അയാൾക്ക് മാത്രമേ പുറത്തു പോകാൻ പറ്റത്തുള്ളൂ, ഞാൻ ആരെ ചൂസ് ചെയ്തോ അയാളെ ബിഗ് ബോസ് പുറത്ത് വിടത്തുള്ളൂ എന്ന് പറയുന്നതുകൊണ്ടാണ് ആര്യനൊക്കെ പിന്നെ വോട്ട് കുത്തുന്നത് ആദിലേക്ക്. കാരണം ഒരാൾ പുറത്തു പോയല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസുണ്ട്. എനിക്കിപ്പോൾ ഒരു സംശയം ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ നടക്കട്ടെ. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പിയാ അതിലെ നൂറെ ഹാപ്പിയായി അകത്തോട്ട് ഇങ്ങനെ പോയി. എല്ലാവരും അവിടെ ലിവിങ് ഏരിയയിലും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഈ സമയത്ത് നമ്മുടെ അനീഷേട്ടൻ ബെഡ്റൂമിലിരിക്കുകയാണ്. ബെഡ്റൂമിലിരുന്നിട്ട് വിളിക്കുന്നുണ്ട് ഷാനവാസിനെ. ഷാനവാസ് വരൂ, അകത്തോട്ട് പോകുമ്പോൾ വിളിക്കുന്നുണ്ട്. അകത്തോട്ട് കയറുമ്പോഴേ പറഞ്ഞിട്ടാണ് പോകുന്നത്, ഷാനവാസ് വരൂ, എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. ഷാനവാസ് ചെന്നില്ല. കാരണം ഷാനവാസിനെ അറിയാം, പിടിച്ച് വറക്കും അനീഷ്. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നില്ല. അപ്പം അകത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ഷാനവാസിനെ. ആ സമയത്ത് നെവിനും അക്ബറും ഒക്കെ പുറത്തിരുന്ന് പറയുന്നുണ്ട്, ഭാര്യ വിളിക്കുന്നു, ഷാനവാസിന്റെ ഭാര്യ വിളിക്കുന്നു, ചെല്ല് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസ് ആ പരിസരത്തോട്ടേ പോകുന്നില്ല. ഷാനവാസ് അവിടെ നിന്ന് മുങ്ങി നേരെ പുറത്തു പോയി നമ്മുടെ മറ്റേ ഊഞ്ഞാല ഇരിക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് നൂറ, ആദില, അനുമോൾ ഇവരകത്തിരിക്കുക നമ്മുടെ ലിവിങ് ഏരിയയിൽ. അവിടെ ഇരുന്നിട്ടാണ് നൂറ പറയുന്നുണ്ട്. നമ്മുടെ ആ സമയത്ത് ഷാനവാസ് വെളിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബെഡ്റൂമിൽ നിന്ന് അനീഷ് പുറത്ത് വന്നു, ലിവിങ് ഏരിയയിലുണ്ട്. പുറത്തേക്ക് ഷാനവാസിൻ്റെ ഇടയ്ക്ക് അനീഷേട്ടൻ പോയില്ല, ഹാളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അനുമോളുടെയൊക്കെ പുറകിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നൂറ പറയുന്നത്, ശരിക്കും സത്യം പറഞ്ഞാൽ അനീഷേട്ടനാണ് ജെനുവിനായിട്ട്, ഇത് ശരിക്കുള്ളൊരു നോമിനേഷൻ ആയിരുന്നെങ്കിൽ അവിടെ കറക്റ്റായിട്ട് കാര്യം പറഞ്ഞത് അനീഷേട്ടൻ മാത്രമേ ഉള്ളൂ. ഇനി അത് പക്ഷെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ലക്ഷ്മി ആണെങ്കിലും ചിലപ്പോൾ ഇത് ശരിക്കും ജെനുവിനായിട്ടുള്ളതാണെങ്കിൽ വേറെ ആൾക്കാരുടെ പേര് പറഞ്ഞേനെ. അനുമോൾക്ക് പണി കിട്ടിയേനെ, ഉറപ്പായിട്ടും കിട്ടിയേനെ. അത് അനുമോള് തന്നെ പറയുന്നുണ്ട് പണി കിട്ടിയേനെന്ന്. പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യം നൂറ പറയുന്നുണ്ട്, നമ്മളോട് സ്നേഹമുണ്ട് അനീഷേട്ടൻ, സ്നേഹം ഇല്ലാത്ത ഒന്നുമല്ല, പുള്ളിക്ക് സ്നേഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനതിനെ 2 രീതിയിൽ കാണുന്നു. ഒന്ന്, പുള്ളിക്ക് ജെനുവിനായിട്ടുള്ള സ്നേഹം കാണും ആദിലയോടും നൂറയോടും. കാരണം പുറത്തേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആദില പുറത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സ്നേഹം കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ സഹോദരിയെ പോലെയാണ്, എന്നാണെങ്കിലും എന്നെ വിളിക്കണം എന്നൊക്കെ അനീഷ് പറയുന്നത് വളരെ ജെനുവിനായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നങ്ങനെ, ഇല്ലെങ്കിൽ അനീഷേട്ടൻ്റെ ഗെയിം ആയിരിക്കും അതും. അനീഷേട്ടൻ ഗെയിം കളിക്കാനാണ് അവിടെ വന്നത്. പുള്ളി ഗെയിം കളിച്ചെന്നും പറഞ്ഞ് ഞാൻ കുറ്റം പറയാനൊന്നും പോകുന്നില്ല. എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പുറത്തിരുന്ന് ഷാനവാസ് ക്യാമറയിലോട്ട് നോക്കിയിട്ട്, ബിഗ് ബോസ് നാളെ നോൺ വെജ് തരണേ, ഇല്ലെങ്കിൽ എല്ലാം കൂടെ എന്നെ ശരിയാക്കുക. കാരണം എല്ലാവരോടും നോൺ വെജ് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുത്തില്ലെങ്കിൽ തീർന്നു, ഷാനവാസിനെ വെച്ച് കീറും എല്ലാവരും കൂടെ. കൊള്ളാത്തവനാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് ഉറപ്പായിട്ടും പറയും. അപ്പോൾ എന്താണെങ്കിലും അതിങ്ങനെ ബിഗ് ബോസിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ഷാനവാസ് ഇങ്ങനെ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി വന്നിരിക്കുന്നുണ്ട്. ലക്ഷ്മിയോട് വന്നിട്ട് പറയുന്നുണ്ട്, അനീഷിൻ്റെ പേര് ഞാൻ പറയാത്തത്, അനീഷിനെ ഞാൻ കൂടെ കൂട്ടാഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ എന്തെങ്കിലും അവൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഷാനവാസിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഈ സാധനമായിരിക്കും അവൻ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ അവനെ വിളിക്കാത്തതെന്നാണ് ഷാനവാസ് ലക്ഷ്മി എടുക്ക പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഷാനവാസിനെ ഞാൻ കുറ്റം പറയത്തില്ല കേട്ടോ. കാര്യത്തിൽ ആ ഒരു വിഷയത്തിൽ എനിക്ക് ഷാനവാസിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം
ഷാനവാസ് അനീഷിനെ വിളിച്ച് കൂടെ ഇരുത്തിയാൽ അല്ലെങ്കിൽ അനീഷിനോട് ഈ ഒരു കാര്യം പറയാൻ ചെന്നാൽ ഒരു 10-15 മിനിറ്റ് എടുക്കും അനീഷേട്ടനെ ഈ കാര്യം പറഞ്ഞൊന്ന് കൺവിൻസ് ചെയ്യണമെങ്കിൽ. പിടികിട്ടിയില്ലേ? പിന്നെ അനീഷിനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അടുത്ത ആളുടെ അടുക്ക പോവുക, ഒരുപാട് ടൈം എടുക്കും. ഷാനവാസ് അവിടെ ബുദ്ധിപൂർവ്വം കളിച്ചു. അക്ബറിനോട് പറഞ്ഞാൽ നെവിനും ആര്യനും കൂടെ നിൽക്കും. ലക്ഷ്മിയോട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടില്ല, ലക്ഷ്മിയും സാബുവും പെട്ടെന്ന് തന്നെ കൺവിൻസ് ആയി കൂടെ വരും. കറക്റ്റ്. അത് ആകെ കുറച്ച് സമയം ഷാനവാസിന് കിട്ടിയുള്ളൂ. ഷാനവാസിന് ഗെയിം അറിയാതെ മണ്ടത്തരം കാണിച്ച് കുറേ സമയം കളഞ്ഞു. പിന്നെ എത്രയും പെട്ടെന്ന് ആളെ കൂട്ടുക എന്നുള്ളതായിരിക്കും ഷാനവാസിന്റെ തലയിൽ പോകുന്നത്. ഷാനവാസ് അത് ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ, എന്താണെങ്കിലും. കാരണം അനീഷിന്റെ പുറകെ പോയാൽ നടക്കുന്ന കാര്യമല്ല. എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബാത്റൂം ഏരിയയിൽ നിന്ന് അനീഷേട്ടനും ഷാനവാസും സംസാരിക്കുന്നുണ്ട്. അപ്പം അനീഷേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട എന്തൊക്കെ അനീഷേട്ടൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അനീഷേട്ടൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അനീഷേട്ടൻ സങ്കടമായി കാണും. കാരണം വേറൊന്നുമല്ല, എന്തുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പണിയാണെങ്കിൽ ഷാനവാസ് അനീഷിനെ തട്ടും, അനീഷിന്റെ പേര് പറയും. ഇതുപോലുള്ള എന്തെങ്കിലും രസകരമായിട്ടുള്ള ഒരു ടാസ്ക് വരികയാണെങ്കിൽ അനീഷിനെ കൂടെ കൂട്ടാറുമില്ല ഷാനവാസ്. ഈ ഷാനവാസിന് കൊടുത്ത പണി അനീഷിനെയാണ് വിളിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അനീഷ് ചെയ്യുക. എന്തായിരിക്കും? നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം എന്തായിരിക്കും. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയട്ടെ, ഫസ്റ്റ് ചെന്ന് വിളിക്കുന്നത് ഷാനവാസിനെ ആയിരിക്കും. അനീഷ് അതേ ചെയ്യുള്ളൂ. എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലായ ഒരു കാര്യം, എന്തൊക്കെ ആരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഷാനവാസിന് അനീഷിനോടുള്ള ഒരു കരുതലും ഒരു ഫ്രണ്ട്ഷിപ്പും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കാട്ടിലും ഒരുപാട് ഇരട്ടിയാണ് തിരിച്ച് അനീഷിനുള്ളത്. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ഇന്നലത്തോണ്ട് രാത്രി കൊണ്ട് അനീഷ് അത് പൂട്ടിക്കെട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂട്ടിക്കെട്ടിയാൽ വളരെ നല്ല കാര്യം, മുന്നോട്ട് ഗംഭീരമായിട്ട് അനീഷിന് പോകാം. അനീഷ് ഇത്രയും നാൾ ഒറ്റയാനായിട്ട് തന്നെ നിന്നത്, അങ്ങനെ നിന്നാൽ മതി. ഇത് ഞാൻ ഒരുപാടായിട്ട് പറയുന്നതാണ്. പിന്നെ ഈ ഒരു സ്നേഹബന്ധത്തിൻ്റെ മറ്റേ തേങ്ങ കയറി വരും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഗെയിം കളിക്കാനാണ് പോയിരിക്കുന്നത്. അങ്ങനെ അങ്ങ് കളിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ ലൈവിലും ഒക്കെ ആയിട്ട് നടന്നത്. പാതിരാത്രിയിലാണ് ഞാൻ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. ഞാൻ പോയി നോക്കട്ടെ. ഇപ്പോൾ എന്തായാലും ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല, 10-12 1 മണി ആയതേ ഉള്ളൂ. പോയി നോക്കട്ടെ. ഇനിയും ലൈവിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അടുത്ത അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പിന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ട് പോവുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നമ്മുടെ കമൻറ്റ് ബോക്സിനോട് ഒരു ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന സാധനമില്ലേ, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക.